നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ നമ്മുടെ സുഹൃത്തോ ബന്ധുവോ ആരെങ്കിലുമൊക്കെ ആകാം. അയാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം കാണാതെയാവുകയാണ്. അങ്ങനെ അയാൾ കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ കാണാതാകലുകളെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആ പുസ്തകത്തിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ആ പുസ്തകത്തിന്റെ എഴുത്തുകാരനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. PF മാത്യൂസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ശരിക്കും ഈ പുസ്തകം എഴുതിയത്. മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളാണ് PF മാത്യൂസ്. PF മാത്യൂസ് നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ് ചാവുനിലം എന്ന് പറയുന്ന പുസ്തകം. ഈ PF മാത്യൂസിന്റെ പുസ്തകങ്ങൾ പരിചയമില്ലാത്തവർക്ക് ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ സിനിമകളെ പരിചയം കാണും. ഈമൈ യൗ എന്ന് പറയുന്ന സിനിമ, കുട്ടിസ്രാങ്ക് എന്ന് പറയുന്ന സിനിമ, ഈ സിനിമകളുടെയൊക്കെ തിരക്കഥാകൃത്താണ് ശരിക്കും PF മാത്യൂസ്. ഈ PF മാത്യൂസിന്റെ എഴുത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഭയങ്കര മാന്ത്രികതയുള്ള ഒരു എഴുത്താണ്. ഈ മാന്ത്രികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PF മാത്യൂസിന്റെ പുസ്തകങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഈ എഴുത്തിനോട് യാതൊരു തരത്തിലുമുള്ള, അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങളോട് യാതൊരു തരത്തിലുമുള്ള ഒത്തുതീർപ്പുകൾക്ക് പോകാത്ത എഴുത്തുകാരനാണ് PF മാത്യൂസ് എന്ന് പറയാവുന്നത്. കാരണം ഒത്തുതീർപ്പുകൾക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്റെ എഴുത്തുകളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മസാലകളോ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം കൂടുതലായി കൂട്ടിച്ചേർക്കാറില്ല. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എഴുത്ത് സമ്പ്രദായവുമല്ല അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ PF മാത്യൂസിന്റെ പുസ്തകങ്ങൾ, ഇത്തരം എഴുത്തുകാരുടെ പൊതുവേ ഉള്ളൊരു പ്രശ്നമാണത്. ഈ പുസ്തകങ്ങൾ അവർ എഴുതുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ പുസ്തകം എഴുതി പുറത്തേക്ക് വരുന്ന കാലഘട്ടത്തിൽ അത് സാധാരണയായിട്ട് ആസ്വദിക്കപ്പെടാറില്ല. ഒരുപാട് പുസ്തകങ്ങൾ അതിന് എക്സാമ്പിൾ ആയിട്ടുണ്ട്. PF മാത്യൂസിന്റെ തന്നെ ഒരു പുസ്തകമായിട്ടുള്ള ചാവുനിലം, ഞാൻ നേരത്തെ പറഞ്ഞു, ചാവുനിലം എന്ന് പറയുന്ന പുസ്തകം ഒരു എക്സാമ്പിൾ ആണ്. ഈ ചാവുനിലം എന്ന് പറയുന്ന പുസ്തകം തന്നെ 1996 ശരിക്കും പുസ്തകം ഇറങ്ങുന്നത്. പക്ഷേ 2010 ശേഷം സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടം വന്നപ്പോഴാണ് ഈ പുസ്തകം കൂടുതലായിട്ട് ആസ്വദിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഈ പുസ്തകങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്നത് മറ്റൊരു കാലഘട്ടത്തിനോടാണ് സംവദിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ വേണം അതിനെ വായിക്കുവാനായിട്ട്. PF മാത്യൂസിന്റെ ഈ ഞാൻ സംസാരിക്കാൻ പോകുന്ന പുസ്തകം അത്തരത്തിലൊരു പുസ്തകമാണ്. ഈ പുസ്തകം ശരിക്കും അതിന്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ബാലു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെയാണ്. എഴുത്തുകാരൻ എന്നതുപോലെ തന്നെ അയാൾ ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ്. ഈ ബാലു എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന തുരുത്തിൽ നിന്ന് കാണാതാകുന്ന കുറേയധികം ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ട് നടത്തുന്ന പ്രയാണമാണ് ശരിക്കും പുസ്തകം എന്ന് പറയുന്നത്. ഈ അന്വേഷണം നടത്തുന്നതിനിടയ്ക്ക് തന്നെ ബാലുവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേറെയും കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ കാണാതാവുന്നുണ്ട്. ഈ അന്വേഷണങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഉൾപ്പെടെ പലരെയും കാണാതാവുന്നുണ്ട്. ഇവരൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ബാലു ഇങ്ങനെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ബാലുവിന് കുറെ സത്യങ്ങൾ മനസ്സിലാവുന്നു. അത് താൻ ആരാണ്, അല്ലെങ്കിൽ തൻ്റെ തന്നെ സ്വത്വാന്വേഷണത്തിലേക്കും അത് എത്തിച്ചേരുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പെട്ടെന്ന് അങ്ങനെ വായിച്ച് തീർക്കാവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചു പോകാവുന്ന ഒരു പുസ്തകവുമല്ല. പെട്ടെന്ന് വായിച്ചു പോകാവുന്ന പുസ്തകമല്ല എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതിന്റെ ഭാഷ ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ ഭാഷ ഭയങ്കര ദുർഗ്രഹമാണ്, അല്ലെങ്കിൽ അത് നമ്മൾ സാമ്പ്രദായിക രീതിയിലുള്ള നോവൽ എഴുത്തിൽ നിന്ന് മാറി നടക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഓരോ സെന്റൻസും ഓരോ വാചകങ്ങളെയും നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ലയിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം, ഈ ഒരു എഴുത്ത് സമ്പ്രദായം ഈ ഒരു പുസ്തകത്തിനുണ്ട്. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ആ കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ, വിവരണങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും അത് നമ്മുടെ ഉള്ളിൽ കുറേയധികം ചിന്തകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. പുസ്തകത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. പുസ്തകത്തിന്റെ പേരാണ് കാണായ്മ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 2024 DC ബുക്സ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകം DC ബുക്ക് സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്ത പുസ്തകത്തിൽ കാണാം.